അസ്സലാമലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നലത്തെ വീഡിയോയിൽ കമൻറ്റിൽ "അടി കൊടുത്തടി മേടിക്കുക" എന്ന് പറഞ്ഞ പോലെ ഞാൻ ഉസ്താദന്മാരെ പറഞ്ഞപ്പോൾ ഉസ്താദന്മാർ പറയണത് അറിവിന് വേണ്ടിയിട്ടല്ലേ പറഞ്ഞു. സത്യമാണ് കേട്ടോ. നമ്മൾ മദ്രസയിലും സ്കൂളിലേക്കും ഒക്കെ പോകുമ്പോൾ നമുക്ക് അധ്യാപകർ തന്നെയാണ് നമുക്ക് ഓരോന്ന് പറഞ്ഞു തരിക. ഓരോ അറിവില്ലായ്മ നമ്മൾ കാണിക്കുമ്പോൾ അത് അവർ പറയും. പബ്ലിക്കായിട്ട് കാണിക്കുമ്പോൾ അവർ പബ്ലിക്കായിട്ട് തന്നെ വന്ന് പറയും. അതിനൊന്നും പ്രശ്നമില്ല. പക്ഷെ ഞാൻ എന്തുദ്ദേശിച്ചിട്ടാണ് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിലും തെറ്റില്ലെങ്കിലും നമുക്ക് അവർ പറയണ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സൊന്ന് വേദനിക്കുമല്ലോ, മനസ്സിലൊരു സുഖം ഉണ്ടാവില്ലല്ലോ. അതാണ് ഞാനിപ്പോൾ ഉദ്ദേശിച്ചിട്ട്, അത്രേ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അതല്ലാതെ ഉസ്താദന്മാരെ ഒരിക്കലും ഞാൻ കുറ്റം പറഞ്ഞതല്ല. അങ്ങനെ ആരും ചിന്തിക്കരുത് കേട്ടോ. പിന്നെ ഷോർട്സ് വീഡിയോ ഇടുന്നതിന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഷോർട്സ് വീഡിയോ എന്തിനാ ഇടുന്നത്, കുക്കിംഗ് വീഡിയോ ഇങ്ങനെയുള്ള വ്ളോഗ് മാത്രം ഇട്ടാൽ പോരെ, മുഖം കാണിക്കാതെ ഇട്ടാൽ പോരെ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിന് ഞാൻ എന്താ മറുപടി പറയുക എന്നുള്ളത് എനിക്കറിയില്ല. ഷോർട്സ് വീഡിയോ നമുക്ക് സബ് കയറാൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ ഷോർട്സുകൾ ഇടുന്നത് കേട്ടോ. ഷോർട്സ് ഇടുമ്പോഴാണ് നമുക്ക് സബ്സ്ക്രൈബർ കയറുന്നുള്ളൂ. വീഡിയോ ഇടുമ്പോൾ നമുക്ക് അങ്ങനെ സബ്സ്ക്രൈബർ കയറുന്നില്ല. അതുകൊണ്ടൊക്കെയാണ് ഷോർട്സ് ഇടുന്നത്. നമ്മൾ എന്തെങ്കിലും ഒരു വരുമാനം കിട്ടണം എന്ന് വിചാരിച്ചിട്ടാണല്ലോ നമ്മൾ എല്ലാവരും യൂട്യൂബ് ചാനൽ തുടങ്ങാൻ തന്നെ കാരണം. നമ്മുടെ വീട്ടിലത്തെ കാര്യങ്ങൾ നമുക്ക് പുറം ലോകം കാണിക്കാൻ ശരിക്കും പറയുകയാണെങ്കിൽ അത്ര വലിയ താല്പര്യമൊന്നും ഉണ്ടാവില്ല നമുക്ക്. പിന്നെ നമ്മൾ വീട്ടിലിരിക്കുന്ന പെണ്ണുങ്ങളാണ്. നമുക്ക് പുറത്ത് പോയിട്ട് ജോലി ചെയ്യാനുള്ള വിദ്യാഭ്യാസം ഇല്ലാത്തവരായിരിക്കും. ചിലപ്പോൾ അതിന് മാനസികമായിട്ടോ അതല്ലാതെ ശാരീരികമായിട്ടോ പുറത്ത് പോകാൻ താല്പര്യമില്ലാത്തവരായിരിക്കും. അങ്ങനെ ചില ആൾക്കാരുണ്ട്. പിന്നെ പുറത്ത് വിടാൻ താല്പര്യമില്ലാത്ത ഭർത്താക്കന്മാരുണ്ടാവും. അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ വീട്ടിൽ തന്നെ ഇരുന്നിട്ട് നമുക്ക് എങ്ങനെയെങ്കിലും 10 രൂപ സമ്പാദിക്കാൻ പറ്റുമോ എന്ന് നമ്മൾ പല വിധേന നമ്മൾ ആലോചിക്കും. അപ്പം നമ്മൾ പൊട്ട രീതിയിലൊന്നും പൈസ ഉണ്ടാക്കാതെ നല്ല രീതിയിൽ ഒരാളെ ചതിച്ചിട്ടും വഞ്ചിച്ചിട്ടും പലിശയ്ക്ക് കൊടുത്തിട്ടും ഒന്നും നമ്മൾ കാശുണ്ടാക്കാൻ നോക്കാതെ എന്ന് വിചാരിച്ചിട്ടാണ് ഓരോ വീട്ടമ്മയും നമ്മുടെ യൂട്യൂബ് എന്ന മേഖലയിലേക്ക് വരണതെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഒരുപാട് സ്ത്രീകൾ, ഒരുപാട് വീട്ടമ്മമാർ ഇപ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് അവരുടെ ജീവിതം രക്ഷപ്പെട്ടവരുണ്ട്, അല്ലാത്തവരും ഉണ്ട്. എന്നാലും ഏകദേശം ഇങ്ങനെ തട്ടിയും മുട്ടി പോണവരും ഉണ്ട് കേട്ടോ, നമ്മളെപ്പോലെയൊക്കെ. അപ്പോൾ എങ്ങനെയെങ്കിലും ഒന്ന് ഭർത്താവിനൊന്ന് സപ്പോർട്ട് ചെയ്യുക. ഭർത്താവിന് ചിലപ്പോൾ അത്ര ശമ്പളം ഇല്ലാത്ത പണികളായിരിക്കും. പിന്നെ നമ്മളിനി എന്താ ചെയ്യുക, പുറത്ത് പോയിട്ടൊരു പണി ചെയ്യാൻ നമുക്കറിയില്ല, കൂലിപ്പണിക്ക് പോകാൻ നമുക്കറിയില്ല. ഇപ്പോഴത്തെ കാലത്ത് കൂലിപ്പണി ഇല്ല സത്യം പറഞ്ഞാൽ. ബംഗാളികൾക്കുള്ള പണിയുള്ളൂ ഇപ്പോൾ. നമ്മുടെ മലയാളികൾ അങ്ങനെ പണികൾ അവർ ചെയ്യണ പോലെ ചെയ്യൂല. അപ്പോൾ പിന്നെ കുറേ മെഷീനുകളാണ് ഇറങ്ങിയിരിക്കുന്നത്. എല്ലാത്തിനും മെഷീനുകളുണ്ട്. അത് കാരണം ഇപ്പോൾ അധികം പണികളൊന്നും ആർക്കും ഇല്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മൾ ഇങ്ങനെ ഒരു ചാനൽ തുടങ്ങുകയെന്നുണ്ടെങ്കിൽ നമുക്കിതിന്ന് വരുമാനം കിട്ടുമെന്ന് അറിയണതും അപ്പോൾ നമ്മൾ ഇതിലേക്ക് വരണതും. അപ്പോൾ നമ്മൾ അതൊക്കെ മറക്കുകയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. നമുക്ക് ചെയ്യാൻ പാടാത്ത കാര്യങ്ങളാണെന്നുള്ളതും നമ്മളങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ളതും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലുണ്ടെങ്കിലും കൂടിയിട്ട് നമ്മുടെ ബുദ്ധിമുട്ടുകൾ കൊണ്ട് നമ്മളതിനെ മറക്കുകയാണ്. പിന്നെ കുഞ്ഞാൻ പാണ്ടിക്കാട്, നൗഫൽ, അൻഷിഫ് മൂനിക്കൽ ഇവരൊക്കെ ആയിട്ട് ഓരോരുത്തർ ഓരോന്നും പറയുന്നുണ്ട്. അവർ ഭാര്യ ഭർത്താക്കന്മാരായിട്ട് തുള്ളിച്ചാടുന്നതും കളിക്കുന്നതും. നൗഫലിനൊന്നും ആരെയും ഞാൻ കുറ്റം പറയല്ല കേട്ടോ. കുഞ്ഞാൻ പാണ്ടിക്കാടിനാണെങ്കിലും ആരെയും ഞാൻ കുറ്റം പറയണമൊന്നുമില്ല. പക്ഷേ അവരുടെ ശൈലി അവർ അവരുടേതായ ശൈലിയിൽ പോണു. അവരുടെ ഭാഗത്തുനിന്ന് അവർ ചിന്തിക്കുമ്പോൾ അവർക്ക് അതിൽ തെറ്റ് കാണാനില്ല. മറ്റുള്ളവരുടെ കണ്ണിൽ നമ്മൾ അത് നോക്കുമ്പോൾ നമുക്കത് തെറ്റ് കാണും. അപ്പോൾ അതിങ്ങനെ പണ്ഡിതന്മാരും അല്ലാത്തവരും ഒക്കെ ഇങ്ങനെ പറഞ്ഞു തരും നമുക്ക്. അപ്പോൾ നമ്മൾ വേണ്ടവർ ഉൾക്കൊള്ളുക, അല്ലാത്തവർ തള്ളിക്കളയുക. പിന്നെ നമ്മളും പടച്ചവനുള്ള കാര്യങ്ങളാണ്. അതങ്ങനെയാണല്ലോ. നമുക്ക് ഇഷ്ടമുള്ളത് നമ്മൾ ചെയ്യുക. അത് പടച്ചവന് നിരക്കാത്ത കാര്യങ്ങളാണെങ്കിൽ നമുക്ക് തന്നെ സ്വയം തോന്നണം അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ളത്. മറ്റൊരാൾ പറഞ്ഞു തരുമ്പോൾ അത് ഉൾക്കൊള്ളാനുള്ളൊരു മനസ്സ് നമുക്ക് വരുന്നില്ല. അതെന്താ വരാത്തതെന്നുള്ള കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പൈസയാണ്. നമ്മുടെ ഈ ലോകത്ത് ഇന്ന് ജീവിക്കണമെങ്കിൽ നമുക്ക് പൈസ വേണം. അതിന് നമ്മൾ എന്തും ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്തും ചെയ്യാന്ന് പറഞ്ഞത്. നമ്മളിങ്ങനെ ഓരോ വീഡിയോകൾ ചെയ്യുമ്പോഴാണ് നമുക്ക് അങ്ങനെ എന്തെങ്കിലും കിട്ടിയാലോ എന്നുള്ളൊരു ചിന്തയിലാണ് നമ്മൾ ഇതൊക്കെ ചെയ്തു പോണത്. അപ്പോൾ അത് നല്ല രീതിയിൽ നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ വലിയ പ്രശ്നമില്ല. അപ്പോൾ ഐഷാസ് കിച്ചൻ, സലോ കിച്ചൻ, അങ്ങനെ ഒരുപാട് വ്ളോഗർമാരുണ്ട് കേട്ടോ. മുസ്ലിങ്ങൾ തന്നെ ഒരുപാട് വ്ളോഗർമാരുണ്ട്. അപ്പം നമ്മൾ ഈ പണ്ഡിതന്മാരൊക്കെ പറഞ്ഞു തരുന്നുണ്ട് അങ്ങനെ ചെയ്യാൻ പാടില്ല, ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ ഉൾക്കൊള്ളണവർ ഉൾക്കൊള്ളുക, അല്ലാത്തവർ അത് മാറി നിൽക്കുക, എന്താ പറയുക, അത് അവരുടെ വഴിക്ക് അങ്ങോട്ട് പോവുക. പിന്നെ
എപ്പോഴും ഒരാളെ എപ്പോഴും ഉപദേശിക്കേണ്ട കാര്യമില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മൾ ചെയ്യണത് തെറ്റാണോ ശരിയാണോ, അല്ലെങ്കിൽ ഒരാൾ ഒരു വട്ടം പറഞ്ഞാൽ മതി നമുക്ക് അത് നിങ്ങൾ ചെയ്യണത് ശരിയല്ല കേട്ടോ. അപ്പോൾ നമ്മൾ ചിന്തിക്കും നമ്മൾ ചെയ്യണത് ശരിയാണോ അല്ലേ എന്നുള്ളത് നമ്മൾ ചിന്തിക്കും. അപ്പോൾ പിന്നെ ഒരു വട്ടം പറയണ്ട. ഇത് സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ എല്ലാവരുടെ ചാനലിലും ഇപ്പോൾ വ്ളോഗർമാരെ കുറ്റം പറഞ്ഞിട്ടും അല്ലാത്തവരെ കുറ്റം പറഞ്ഞിട്ടുള്ള ഫുള്ള് അങ്ങനെയാണ്. അപ്പം ഞാൻ പറയണത് തമ്മിൽ ഇങ്ങനെ പറഞ്ഞു നിന്നിട്ട് എന്താ കാര്യം? ഇവരുടെ ചാനൽ മറ്റവരിരുന്ന് ഫുള്ളായി കാണും. ഇപ്പോൾ അൻഷിഫിൻ്റെ ചാനലാണെങ്കിലും പാണ്ടിക്കാടിൻ്റെ ചാനലാണെങ്കിലും ഫുള്ളായിട്ട് ഇരുന്ന് വാച്ച് ചെയ്തിട്ടാണ് അവർ അവരുടേതായ കണ്ടൻറ്റുകൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിലൂടെ അവർക്ക് വരുമാനം കിട്ടുന്നു. ഇവരുടേതായ ഇതിൽ അവർ കാശുണ്ടാക്കണു, അവരതിൽ വരുമാനം ഉണ്ടാക്കണു. അങ്ങനെയാണ് ഇപ്പോൾ ഈ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കൂടുതലും പേര് സോഷ്യൽ മീഡിയയിലേക്കും യൂട്യൂബ് ആയിക്കോട്ടെ, ഫേസ്ബുക്ക് ആയിക്കോട്ടെ, ഇൻസ്റ്റാഗ്രാം ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ അതിലിറങ്ങി പുറപ്പെടുന്നത് പൈസയ്ക്ക് വേണ്ടിയിട്ട് മാത്രമാണ്. പിന്നെ കുറേ ഇൻസ്റ്റഗ്രാമിലൂടെ കുറേ പ്രൊമോഷൻ വീഡിയോ കിട്ടുമ്പോൾ അവർക്കത് അവരുടെ ജീവിതശൈലി തന്നെ മാറിപ്പോവാണ്. ഓരോരുത്തരുടെ വീഡിയോ നമ്മൾ ഫസ്റ്റ് മുതൽ കണ്ടിട്ട് എന്താ പറയുക, കുടിയിൽ താമസിക്കുന്ന ഒരു കൊട്ടാരത്തിലേക്കാണ് പിന്നെ പോണത്. അപ്പോൾ ഇത് കണ്ടിട്ടാണ് മറ്റുള്ളവർക്ക് നമുക്ക് തോന്നുന്നത് നമുക്ക് എന്തുകൊണ്ട് ഇത് ചെയ്തു കൂടാന്ന് നമുക്ക് തോന്നുമ്പോഴാണ് നമ്മളും ഇതിലേക്ക് വന്നിട്ട് നമ്മൾക്ക് എന്തെങ്കിലും കിട്ടൂലോ എന്ന് വിചാരിച്ചാൽ, അല്ലാണ്ട് നമ്മൾ വലിയ ആളാവാൻ വേണ്ടിയിട്ടോ വലിയ അഹങ്കാരം കാണിക്കാൻ വേണ്ടിയിട്ടോ വലിയ വീടുണ്ടാവാൻ വേണ്ടിയിട്ടോ വലിയ പൊങ്ങച്ചം കാണിച്ച് നടക്കാൻ വേണ്ടിയിട്ടോ ഒന്നുമല്ല കേട്ടോ. നമ്മൾ യൂട്യൂബ് ചാനൽ എന്നെപ്പോലുള്ളവർ യൂട്യൂബ് ചാനൽ തുടങ്ങണം. നമുക്ക് എന്തെങ്കിലും ഒന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കത് നമ്മുടേതായ ആവശ്യങ്ങൾക്ക് ഉപകരിച്ചുകൂടെ എന്ന് വിചാരിച്ചിട്ടാണ്. പക്ഷേ ഇന്നത്തെ നാട്ടിൽ പലിശ നമ്മളോട് പറയുന്നത് കേട്ടിട്ടുണ്ട്, നമുക്ക് പലിശയ്ക്ക് പണം മേടിക്കാൻ പാടില്ല, നമ്മൾ അങ്ങനെ ചെയ്യാൻ. പക്ഷേ പലിശ തിന്നാത്തവർ ഇന്നത്തെ ലോകത്ത് ഉണ്ടോയെന്ന് പോലും എനിക്കറിയില്ല. നമ്മൾ ബാങ്കിൽ കൊണ്ടുപോയിട്ട് പൈസ ഇടുന്നുണ്ട്, നമ്മളൊക്കെ അതിൻ്റെ പലിശയല്ലേ കിട്ടുന്നത്. പിന്നെ നമ്മൾ പണയം വെക്കുന്നുണ്ട്, തമിഴന്മാരൊക്കെ നമ്മൾ വാങ്ങിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ വാങ്ങിക്കുന്നതും ഒക്കെ പലിശ തന്നെയാണ്. അതില്ലാത്തവരും ഇന്ന് ലോകത്ത് ചുരുക്കമാണ് പറഞ്ഞാൽ അത്രയും ചുരുക്കം തന്നെ ആൾക്കാരേ ഉള്ളൂ എന്ന്. അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. ഇനി നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കിയത് എന്ത് ദോശയാണെന്ന് നിങ്ങൾക്കറിയാം? ഗോതമ്പ് അരച്ചിട്ടുള്ള ദോശയാണ് കേട്ടോ. നമ്മൾ റേഷൻ കടയിൽ നിന്നൊക്കെ നമുക്ക് കിട്ടുന്ന ഗോതമ്പുണ്ടല്ലോ, അത് നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് നമ്മൾ തലേ ദിവസം വെള്ളത്തിൽ കുതിർത്താൻ വയ്ക്കുക. കുതിർത്തിയതിന് ശേഷം നന്നായിട്ട് നമ്മൾ അരിയൊക്കെ അരച്ചെടുക്കണ പോലെ തന്നെ നന്നായിട്ട് അരച്ചെടുക്കുക. അരച്ചെടുത്തിട്ട് ഇതുപോലെ ദോശ ഉണ്ടാക്കി നോക്കുക. സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. അടിപൊളിയായിരുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. അസ്സലാമു അലൈക്കും.